ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഈന്തപ്പഴവും പിന്നെ ബ്ലാക്ക് മുന്തിരിയും ഇത് ഗോൾഡൻ മുന്തിരിയാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് തരം മുന്തിരി ഇത് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഈ മൂന്നും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് ഓരോ പിടി എടുക്കുക. ഞാൻ ഇത്തിരി ഈന്തപ്പഴം ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെയൊക്കെ ഓരോ പിടിയായിട്ടുള്ളൂ കേട്ടോ അങ്ങനെ കയ്യിൽ. അപ്പോൾ ഇത് നമുക്ക് ഈ ഓറഞ്ച് ഞാൻ കൈ കൊണ്ട് പിഴിഞ്ഞത് കേട്ടോ. അപ്പോൾ അത് 2 ഓറഞ്ചിൻ്റെ ജ്യൂസാണിത്. അപ്പോൾ നമുക്ക് ഈ ജ്യൂസിൽ ഇതൊന്ന് കുതിർത്താനിടാം കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഇത് കിടന്ന് ഇതാവട്ടെ. അപ്പോൾ ഇതൊന്ന് ഒഴിക്കാം. നമ്മുടെ ഈ പഞ്ചസാര അരിയണ വരെ നമുക്ക് ചീറ്റിക്കാം കേട്ടോ. ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ടുണ്ട്. അപ്പോൾ അത് അരിയണ വരെ നമുക്ക് ചീറ്റിക്കാം. ഇതിലേക്ക് കുറച്ച് വാനിലേക്ക് ഒഴിക്കണം കേട്ടോ. അപ്പോൾ നന്നായി ബീറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് ഓയിൽ ചേർക്കാം കേട്ടോ. ഇത് നന്നായി ബീറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർക്കാം. ഓയിൽ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഓയിൽ ചേർക്കാതെ നന്നായി ബീറ്റ് ചെയ്തോളൂ. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് ഓയിൽ എടുക്കട്ടെ. ഇതിലേക്ക് 1/2 ഗ്ലാസ് ഓയിൽ ചേർക്കാം. എന്നിട്ടതൊന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ. മതി കേട്ടോ, അങ്ങനെ ബീറ്റ് ചെയ്താൽ മതി. ഇതിലേക്ക് ഒരു ഇതുകൊണ്ട് 2 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായി അരിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് 1 സ്പൂൺ ഇതുകൊണ്ട് 2 സ്പൂൺ ചേർക്കാം കേട്ടോ. അത് ചെറിയ സ്പൂണല്ല, ബേക്കിംഗ് പൗഡർ ആട്ടോ, സോഡയല്ല. പിന്നെ ഒരു 2 സ്പൂൺ തന്നെ കൊക്കോ പൗഡർ കേട്ടോ. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പുള്ളോട്ട് ഒരു ഇപ്പോൾ ഞാൻ ഒരു കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പറും പിന്നെ അരിവശം മൈദയാക്കിയിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഓയിലാക്കിയിട്ട് ഇത്തിരി മൈദ ഇട്ട് കുടഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിക്കാം. ഒരു കഷ്ണം ഈർക്കിളിയോ എന്തെങ്കിലും കൊണ്ട് ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുത്തോളൂ കേട്ടോ. ഇതിലുള്ള വല്ല എയർ ഉണ്ടെങ്കിൽ എയർ വല്ലതായിട്ട് ഓട്ടയായിട്ട് കെടുക്കുക അല്ലെങ്കിൽ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ആക്കി കൊടുത്തോളൂ. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കണതിന് മുന്നേ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ എടുത്ത് വെച്ചതില്ലേ, അത് ഇതിൻ്റെ മേലെ നിന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ബാറ്റർ അതിലേക്ക് ഇറക്കി വയ്ക്കാം.
അപ്പോൾ ഇത് മൂടി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കി വെക്കാം കേട്ടോ. ഇനി നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കുത്തി നോക്കിയിരുന്നു. അപ്പോൾ ഒന്ന് കുത്തി നോക്കാം കേട്ടോ. ഉണ്ടാ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടാ. അപ്പോൾ ഞാൻ തട്ടി കൊടുക്കാൻ പറഞ്ഞ ബബിൾസ് എന്നിട്ട് ഇതിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ഞാൻ അതിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ അരിവശമൊക്കെ അങ്ങനെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം കുക്കായിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മുറിക്കണ്ട. ഇന്ന് എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നാളെ നമുക്ക് മുറിക്കുമ്പോൾ ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇതിൻ്റെ അരിവശം കണ്ടാ നന്നായി പാകമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓവനിൽ ചെയ്യണ പോലെ തന്നെ നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. നമുക്ക്